ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാവൽ ബ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് പോകണമെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്കൊന്ന് പോകണം. അപ്പോൾ എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഞാനുണ്ട്, അവിടെ സിസ്റ്റർ ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടും കൂടിയാണ് പോകുന്നത്. നമ്മളിപ്പം ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ടൈം ഏകദേശം ഇപ്പോൾ ഞാൻ കാണിച്ചു ടൈം എത്രയായിരുന്നു. ടൈം കണ്ടില്ല, 1:18 നമ്മുടെ ട്രെയിനിന് 2 മണിക്കാണ്. നമ്മളിപ്പോൾ ഒരു 12:45 ഇവിടെ വന്നതാണ്. വന്നപ്പോഴാണ് ട്രെയിൻ ഡിലേ ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ കുറേ നേരത്തെ പോസ്റ്റിന് ശേഷം, അപ്രോക്സിമേറ്റ് 1 hour പോസ്റ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ട്രെയിനിൽ കയറാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ജനറൽ കോച്ച് കാണത്തുള്ളൂ. പിന്നെ ഫ്രണ്ടിലെല്ലാം നമ്മുടെ നോർമൽ സ്ലീപ്പർ AC ഒക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ലോങ് ഇതാണല്ലോ, അതിൻ്റെയാണ്. ഗുരുവായൂരിൽ നിന്ന് ചെന്നൈ വരെയുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മളതേ എത്തി. സീറ്റൊക്കെ കിട്ടിയായിരുന്നു. ആലപ്പുഴ എത്തിയപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ അതേ കുറേ നേരത്തെ ജേർണിക്ക് ശേഷം നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും തിരുവനന്തപുരം എത്തി. അവിടെ നിന്ന് പിന്നെ ATM നിന്ന് കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടായിരുന്നു. കാരണം എല്ലാം ഇപ്പോൾ GPayയിലായതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ അതേ കയ്യിൽ നിന്ന് ക്യാഷ് ഗൂഗിൾ പേ എന്നല്ല ATM നിന്ന് ക്യാഷൊക്കെ എടുത്ത് നമ്മളതേ അടുത്തെത്തിയിരിക്കുവാണ്. എവിടെ? പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിലാണ് നമ്മൾ പോയി. തേങ്ങയൊക്കെ ഉടയ്ക്കാനുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ഉടച്ച് രാവിലെ ആയതുകൊണ്ടായിരുന്നു ഗൈസ്, ഒട്ടും തിരക്കില്ല. ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തത്ര തിരക്കുമായിരിക്കും. മാത്രമല്ല നല്ല ചൂടുമാണ് ഗൈസ്. ഇന്നലെയാണെങ്കിൽ മഴയും പെയ്തില്ല. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴൊക്കെ മഴയൊക്കെ പെയ്യും. ഇന്നലെയാണെങ്കിൽ ഒട്ടും മഴ പെയ്തില്ല, നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മളതേ അപ്പുറത്തോട്ട് കടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളതേ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിൻ്റെ അകത്ത് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ആറ്റുകാലിലേക്കാണ് പോണത്. ആറ്റുകാലിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളതേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു. നമ്മൾ വിചാരിച്ച ആറ്റുകാലിൽ പോയിട്ട് വന്നിട്ട് ശ്രീപത്മനാഭനെ കയറാമെന്ന് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്തോ അഴകാണല്ലേ ഗായ്സ്. തിരുവനന്തപുരം വന്നിട്ട് എങ്ങനെയാണ് ഇവിടെ ഒന്നും കയറാണ്ട് നമുക്ക് പോകാൻ പറ്റണേ? എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മളതേ ഓട്ടോ എടുത്ത് നമ്മൾ പോകണം ഇങ്ങോട്ട് ആറ്റുകാലിലോട്ട്. ആറ്റുകാലിൽ പോകാം. ഇവിടുന്ന് ഒരു 50 രൂപ അത്രയും ഉണ്ടാക്കും നമ്മുടെ ഓട്ടോ ആണെങ്കിൽ. നമുക്ക് എന്തായാലും ഇനി ആറ്റുകാലിൽ പോകാം. ആറ്റുകാലിൽ പോയിട്ട് കുറച്ച് വഴിപാടൊക്കെ എടുക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒരു 12-ാം തീയതി ഫാമിലിയായിട്ട് നമുക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകണേന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഗസ് ചെയ്തിട്ടേക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയതിലായിട്ട് നമുക്ക് കുറച്ച് വഴിപാടിൻ്റെ ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഗസ് ചെയ്ത്. അങ്ങനെ നമ്മളതേയും ആറ്റുകാലെത്തി. അവിടെയൊക്കെ നല്ലോണം തൊഴുത്. എന്ത് പോസിറ്റീവ് വൈബാണെന്നോ ഗൈസ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ, ഇപ്പോൾ ഗുരുവായൂരും അല്ലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തെന്ന് അറിയത്തില്ല, നല്ലൊരു പോസിറ്റീവാണ്. അങ്ങനത്തെ നല്ല രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് വന്ന ടൈമിൽ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു വൈബാണ് ഗൈസ്. നമ്മൾ എന്നിട്ട് അവിടെ നമ്മുടെ രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളതേ കുറച്ച് ചുമ്മാ ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ ചുമ്മാ നമുക്ക് വേറെ രാവിലത്തെ ടൈമിൽ വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചുമ്മാ അവിടെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടും വേറെ പണിയൊന്നുമില്ല. കാരണം 7 മണിയല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 8-8:30 9 മണി വരെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത് എങ്ങോട്ടാണ്? നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകണം. പത്മനാഭസ്വാമി ടെമ്പിളിലോട്ട് പോകണം. അവിടെ പോയിട്ട് നമുക്കിനി ഫുഡൊന്നും രാവിലെ കഴിച്ചിട്ടുണ്ടായില്ല. കാരണം രാവിലെ 1 മണിക്ക് 12 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. അത് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമുക്കിനി വല്ലതും കഴിക്കണം. ഇപ്പോൾ ശ്രീപത്മനാഭനിൽ പോയിട്ട്
അവിടുന്ന് കഴിക്കാമെന്ന് വെച്ചു. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറേ നേരത്തെ കലാപരിപാടിക്ക് ശേഷം ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അതേ കണ്ടില്ലേ ഗൈസ്, ഫുള്ള് ഫോണിൽ തന്നെയാണ്, ഫുൾ ടൈം ഫോണിൽ. നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടുന്ന് ബസ്സിന് പോകുന്നത്, കാരണം നമുക്ക് ബസ്സിൻ്റെ ഡെസ്റ്റിനേഷൻ ഒന്നും അങ്ങനെ അറിയത്തില്ല, എവിടെയാണ് വന്നത്, എങ്ങോട്ടാണ് പോകണതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓട്ടോയ്ക്ക് തന്നെ പോകാമെന്ന് വെച്ചപ്പോൾ ഓട്ടോയ്ക്ക് കയറി നമുക്കിനി അടുത്ത് അവിടെ പോയിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ ഗൈസ്, നല്ല തിരക്കായിരുന്നു ഇന്ന്. കാരണം 1-ാം തീയതി മറ്റു മെയ് ദിനമൊക്കെ ആയതുകൊണ്ട് അവധിയും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്ക്. കുറേ നേരത്തെ തിരക്കിലും തിരക്കിലും നമ്മൾ അവിടെയൊക്കെ പോയി തൊഴുതു. അവിടെയാണെങ്കിലും നമുക്ക് ഫോൺ കയറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാഞ്ഞ്. പിന്നെ പുറത്തുനിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ കഴിക്കാൻ പോവാം. കഴിക്കാൻ പോകുന്ന സമയത്താണ് ഗായ്സ് ഞാൻ ഇത് കണ്ടത്. എന്താ, ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. നമ്മുടെ മഹാബോളി, അപ്പോൾ ഇൻസ്റ്റയിലും മറ്റേ യൂട്യൂബിലൊക്കെ അത്യാവശ്യം വൈറലായ മഹാബോളിക്കട, നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയത് ഗായ്സ് നമ്മുടെ മഹാബോളിയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നേരെ ആ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് അവരുടെ പഴയ ഔട്ട്ലെറ്റാണ്, പുതിയ ഔട്ട്ലെറ്റ് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മളത് ഇവിടെ വന്ന ഒരു കടയിൽ തന്നെ കയറി നല്ല മസാല ദോശയും ചൂടും മസാല ദോശയും വടയും കഴിച്ചു. മസാല ദോശ ചൂടേ പുളി ഗൈസ്, നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുള്ളൊരു മസാല ദോശയായിരുന്നു. ബട്ട് നമ്മുടെ മസാല അധികം ഇതായിട്ടില്ല, വെന്തിട്ടില്ലായിരുന്നു. നല്ല മഞ്ഞപ്പൊടിയുടെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മസാല അങ്ങനെ കഴിച്ചില്ല, ബാക്കിയൊക്കെ നല്ല സെറ്റായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് നമുക്കിനി നേരെ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അതേ ബസ് എടുത്തു. നമുക്കെന്ന് വെച്ചാൽ ഇപ്പോഴല്ല, ഒരു 11-12 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണത്. അതുവരെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് തിരുവനന്തപുരം അല്ലേ, എന്തോരം കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് സൂവിലോട്ടൊക്കെ പോവാം. നമ്മൾ സൂവിൽ പോകണം. പിന്നെ അതിൻ്റെ അവിടെ കുറേ പാലസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചു. ഗൈസ് പോകുന്ന വഴിക്ക് എന്തോ സെക്രട്ടേറിയറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ഇത് സെക്രട്ടേറിയറ്റ് തന്നെയാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതും കണ്ടു. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അവിടെ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം ഇപ്പോൾ ഒരു 8:30 ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ എന്താ സൂ ഒക്കെ ഓപ്പൺ ആകത്തുള്ളൂ. സൂവിൻ്റെ അകത്താണെങ്കിലും ഞാൻ കയറില്ല, സിസ്റ്ററെ കയറുള്ളൂ. കാരണം ഞാൻ കുറച്ച് മുമ്പേ വന്നിട്ടുള്ളതാണ്, ഒരു 2-3 മാസത്തിന് മുമ്പ് ഞാനൊന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ കയറി. സോ അതുകൊണ്ട് ഞാൻ കയറില്ല, കാരണം അവളെ അകത്ത് വിട്ടിട്ട് ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് പോകാമല്ലോ എന്ന് വെച്ച് അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മളതേ ഗൈസ് നമ്മളങ്ങനെ നമ്മളെത്തി. ഇവിടെ നിന്ന് കണ്ടില്ല ഗൈസ്, നല്ലൊരു സെറ്റ് പ്ലേസാണ്. പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ചൂട്. ആ ഒരു ചൂടിൻ്റെ മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയെല്ലാം അത്യാവശ്യം ഓക്കെ ആയിരുന്നു. നല്ല കുറേ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എല്ലാം സെറ്റാക്കി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി നമ്മളെങ്ങോട്ടാണ് സൂവിലേക്ക് പോകണം. സൂവിലേക്ക് പോയിട്ടാണ്
നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. സൂവിലേക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബട്ട് അവൾ ഇതുവരെയായിട്ടും അയച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാഞ്ഞ്. കാരണം ഞാൻ കയറാന്ന് വെച്ചാൽ അവർ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു വീഡിയോസൊന്നും അലൗഡ് അല്ല സൂവിൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കയറാഞ്ഞത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിൽ ആഡ് ചെയ്യാൻ ഒന്നുമല്ല, ജസ്റ്റ് ഫോട്ടോ എടുത്ത് ആൾക്കാർ 4 ആളെ കാണിക്കണമല്ലോ നമ്മൾ തിരുവനന്തപുരം വന്നു എന്നുള്ളത്. അപ്പോൾ അത് കുറേ നേരത്തെ ഇത് അവിടുത്തെ ഫോട്ടോസും വീഡിയോസിനൊക്കെ ശേഷം ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ ഇതിന് പോയി അങ്ങനെ സൂവിലോട്ടും കയറ്റി. ഇനി അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഗായ്സ്. തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ കയറാണ്ട് പോകത്തില്ല. എവിടെയാ? അത് തന്നെ നമ്മുടെ തിരുവനന്തപുരം ലുലു. ഇപ്പം ഞങ്ങൾ വന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയൊക്കെ തന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വന്നപ്പോഴാണ്. അല്ല ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന ഗോയിത്തെ എക്സാം ജർമ്മൻ്റെ എക്സാം എഴുതാൻ വന്ന ആ ടൈമിലും കണ്ടായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായി. കഴിഞ്ഞ മെയ്യിലായിരുന്നു. ഞാനും ഇവളും തന്നെ സിസ്റ്ററും തന്നെയായിരുന്നു വന്നത്. ആ ടൈമിൽ വന്നു കഴിഞ്ഞ് നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇപ്പോഴാണ് വന്നത് തിരുവനന്തപുരം ലുലുവിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. ജസ്റ്റ് കണ്ടു, ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ് മേടിച്ചു, കഴിച്ചു, ഇറങ്ങി, അങ്ങനെയായിരുന്നു. അല്ലാതെ ഫുള്ളായിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല തിരുവനന്തപുരം ലുലു. ഒരു ദിവസം മന്നം ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസം മന്നമെന്നൊക്കെ ഉണ്ട്. ബട്ട് നടക്കുമോ എന്നറിയത്തില്ല. നടക്കുമായിരിക്കും. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രിപ്പ് പോകണുണ്ട്. ചിലപ്പം നമ്മൾ ഇറങ്ങാൻ സാധ്യത ഉണ്ടായിരിക്കും. അതിൻ്റെ ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല. എനിക്ക് കയറണമെന്നൊക്കെ ഉണ്ട്. ബട്ട് ഇവർ ഇങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ ദേ ലുലു എത്തിയിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ലുലുവിൽ കയറുക, ഫുഡ് കോർട്ടിൽ പോവുക, ഫുഡ് കോർട്ടിലല്ല ഹൈപ്പർ മാർക്കറ്റിൽ പോവുക, ഫുഡ് മേടിക്കുക, ഫുഡ് കോർട്ടിൽ പോവുക, കഴിക്കുക. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇപ്പം നമ്മൾ ലുലുവിൽ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ അവിടെ എന്തോ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫെസ്റ്റ് നടപ്പുണ്ടായിരുന്നു. നമ്മൾ കൊച്ചി ലുലുവിൽ ചോക്ലേറ്റിൻ്റെ ഫെസ്റ്റൊക്കെ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയും കാണാം ചോക്ലേറ്റിൻ്റെ ഫെസ്റ്റ്. കയറി കഴിഞ്ഞ് എന്തെങ്കിലും മേടിക്കാണ്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കയറിയില്ല. നമ്മൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറേ നേരം അവിടെ തന്നെ കറങ്ങിയടിച്ച് നടന്നു. കാരണം നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ ലുലു വരുമ്പോഴത്തേക്കും. എന്ത് മേടിക്കണം, എന്ത് മേടിക്കണ്ടെന്ന് വരത്തില്ല, എന്ത് മേടിക്കണം അതിൻ്റെ ഒരു ഇത് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ എന്തോ മേടിച്ചതെന്ന് വെച്ചാൽ ബിരിയാണി മേടിച്ചു, പിന്നെ നെയ്ച്ചോറ്, ചിക്കൻ പെരട്ട്, പിന്നെ കുബൂസ്, ഡെസേർട്ട് ഐറ്റം മേടിച്ചതെന്ന് വെച്ചാൽ കപ്പ് കേക്കാണ് ഗൈസ് മേടിച്ചത്. കപ്പ് കേക്ക്, ക്രീം വെച്ച കപ്പ് കേക്കായിരുന്നു. റോള് വേണ്ടെന്ന് പറഞ്ഞു, കപ്പ് കേക്ക് മതിയെന്ന് പറഞ്ഞു. കാരണം റോളാകുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിക്ക് ഉണ്ടല്ലോ, കഴിച്ച് മടുക്കും. ഈ മേടിച്ച ഫുഡ് തന്നെ ഞങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ റോളും കൂടെ മേടിച്ചിരുന്നെങ്കിൽ തൃപ്തിയായേനെ. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് മേടിച്ചത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കപ്പ് കേക്കും, പിന്നെ ഒരു മറ്റേ വേറെ എന്തോ ഒരു കപ്പ് കേക്കും കൂടെയാണ് മേടിച്ചത്. അപ്പോൾ അതും കൂടെ എല്ലാം മേടിച്ച് നമ്മളിത് നേരെ ഫുഡ് കോർട്ടിൽ പോവാം. അവിടെ പോയി കംപ്ലീറ്റ് ചെയ്യാം നമ്മുടെ ഫുഡ്. കപ്പ് കേക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്, നല്ല സെറ്റ് കപ്പ് കേക്കായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇറങ്ങുമ്പോഴത്തേക്ക് ഒരെണ്ണം കൂടി മേടിച്ചുകൊണ്ട് പോവാമെന്ന്, ട്രെയിനിൽ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ബട്ട് നമ്മൾ മേടിച്ച് ട്രെയിനിൽ ഓപ്പണാക്കി നോക്കിയപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. മറ്റേ നീലക്കുയിലെ എൻ്റെ അകത്തൊക്കെ പറയാറില്ല, അതേപോലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും. എന്താണെന്നല്ലേ, നമ്മുടെ കപ്പ് കേക്കിൻ്റെ ക്രീം എല്ലാം മെൽറ്റായിപ്പോയി. കാരണം അത് ഫ്രഷ് ക്രീമിൻ്റെ ഇതാണല്ലോ, നല്ല AC ഒക്കെ ഇട്ട് തണുത്തിരിക്കണോണ്ടാണ് ഞങ്ങളത് മേടിച്ചത്. അവിടെ വന്നപ്പോൾ ഇപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് എന്താ നമ്മുടെ ക്രീം എല്ലാം മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ആ പെട്ടി, ക്രീം കേക്ക് തന്ന ആ ഒരു പെട്ടിയിൽ നമ്മൾ തോണ്ടിയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് പോകുന്നു. കാരണം തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ നമ്മുടെ എയർപോർട്ട്. അപ്പോൾ അവിടുത്തെ ഫ്ലൈറ്റ് പോകുന്നു. 2 എണ്ണം ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ല സെറ്റ് വൈബായിരുന്നു ലുലു പോയതും. പിന്നെന്തുവാ നമ്മുടെ ഈ ഫ്ലൈറ്റ് കണ്ടതും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരാഗ്രഹമുണ്ട് കഴിച്ച് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അത് എടുക്കണമെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്കതൊക്കെ എടുക്കാൻ പറ്റും.
നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സെറ്റാക്കി താ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ് വന്നു, ബസ്സിൽ കയറി നമുക്ക് അടുത്തത് ഇങ്ങോട്ടാണ് തിരിച്ച് നമ്മുടെ വന്ന സ്ഥലത്തേക്ക്. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ കിഴക്കേക്കോട്ട എന്നാണെന്ന് തോന്നുന്നു ഗൈസ് അതിൻ്റെ പേര്. അങ്ങോട്ടേക്ക് തന്നെ നമുക്ക് പോകണം, കിഴക്കേക്കോട്ട. അവിടെ ചെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മഹാബോളി, അവിടെ പോയി ബോളിയും പാൽപ്പായസവും മേടിക്കണം. ഞങ്ങൾ ബോളിയും പാൽപ്പായസവും പാഴ്സലാണ് മേടിച്ചത്, വീട്ടിൽ വന്ന് കഴിക്കാമല്ലോ എന്ന് കരുതി. കാരണം ഇപ്പം തന്നെ ഓൾറെഡി വയറ് ഫുള്ളാണ്, ഇനി കഴിക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ കണ്ടില്ല, നേരത്തെ നമ്മൾ കണ്ടില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ആദ്യം കണ്ടല്ലോ ഒരു പുതിയ ഒരു ഔട്ട്ലെറ്റ്, അതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്ക്, മാത്രമല്ല നല്ല ബോളിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു. നമ്മൾ എത്രയാ 2 സെറ്റ് പായസവും 1 സെറ്റ് ബോളിയാണ് വെച്ചത്. ഒരു ബോളിയുടെ സെറ്റിനകത്ത് 5 എണ്ണം ഉണ്ടാവും. 90 രൂപയാണ് വില. പായസമാണെങ്കിൽ 1/2 ലിറ്ററിന് 170 വില. അപ്പോൾ അതൊക്കെ മേടിച്ചു. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അപ്പം തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരം നോർത്തിലേക്ക്. അപ്പം നമ്മൾ അതിന് കയറി തിരുവനന്തപുരം നോർത്ത് ഇറങ്ങിയിട്ട് നോർത്തിൽ നിന്ന് മൈസൂർ പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്താണ് കയറിയത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. കാരണം അത് നോർത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നതുകൊണ്ട് അധികം തിരക്കുമില്ലായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഉറങ്ങിക്കുമായിരുന്നു. അപ്പം നമ്മൾ ചേർത്തലയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഓക്കെ, ബൈ.